മഹാരാജാസിലെ എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്താനായിരുന്നു ശ്രമമെന്ന എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ. ആക്രമണത്തിനെതിരെ മുഴുവൻ ക്യാമ്പസുകളിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മാർഷോ പറഞ്ഞു. പോലീസിന്റെ കെടുകാര്യസ്ഥതയാണ് ആക്രമണത്തിന്റെ കാരണമെന്നും എസ്എഫ്ഐ ആക്രമിച്ച വിദ്യാർത്ഥികൾ തിരിച്ചടിച്ചതാകുമെന്ന് KSU ആരോപിച്ചു. എസ്എഫ്ഐ പ്രവർത്തകർ നിരന്തരം അക്രമം അഴിച്ചുവിടുന്നുവെന്നും പോലീസും കോളേജും നിഷ്ക്രിയരാണെന്നും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രതികരിച്ചു. ഇതിൽ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള ഫ്രട്ടേണിറ്റിയുടെ നേതാക്കന്മാരൊക്കെ കഴിഞ്ഞ ആളുകളിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകളാണ്. ഇപ്പോൾ അതിനകത്ത് ബിലാലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മൂന്നാം പ്രതിയായിട്ടുള്ള ഫ്രട്ടേണിറ്റിയുടെ നേതാവാണെങ്കിലും ഇവരൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ ഫ്രട്ടേണിറ്റിയുടെ പാനലിൽ മത്സരിച്ചിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. എന്നാൽ ഇവർ ഈ നിലയ്ക്ക് ഏകപക്ഷീയമായി അക്രമം അഴിച്ചുവിടുന്നു, SFI പ്രവർത്തകരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നിട്ട് അതിനൊരു ന്യായീകരണം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നില്ല. SFIക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തി. ആ ശ്രമത്തിനൊടുവിൽ ഇത് ഞങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊല്ലാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള സമീപനാണ്, നിലപാടാണ്. ആ നിലയ്ക്കുള്ള പ്രവർത്തന അനുമതി നിഷേധിക്കുന്ന നിലയിലേക്കുള്ള ഒരിടപെടലും മഹാരാജാസിൽ എന്നല്ല കേരളത്തിൽ ഒരു ക്യാമ്പസിനകത്തില്ല. മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ചിടത്ത് ഇന്ന് നടക്കുന്ന ചർച്ച പൂർണ്ണമായും ഫ്രട്ടേണിറ്റി പ്രവർത്തകർ SFI യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നൊരു സ്വഭാവത്തിലാണ് ഇന്ന് രാവിലെ മുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 3rd DC റെപ്രസെന്റേറ്റീവ് SFIക്ക് നഷ്ടപ്പെട്ടിരുന്നു. KSU സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അപ്പോൾ ആ ഒരു സീറ്റ് നഷ്ടപ്പെട്ടത് മുതൽ 3ാം വർഷ വിദ്യാർത്ഥികളെ SFI ആക്രമിക്കുന്നൊരു നിരവധി സംഭവങ്ങൾ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്നലെയും നടന്ന സംഭവങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സംഘർഷത്തിൽ മഹാരാജാസ് ക്യാമ്പസിൽ കഴിഞ്ഞ 1.5 മാസത്തോളമായി നിരന്തരം അക്രമ പരമ്പരകൾ നടക്കുകയാണ്. അതിന്റെ ഒരു ഭാഗത്ത് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തന്നെയാണ്. അവർ രാഷ്ട്രീയമുള്ള വിദ്യാർത്ഥികളെയും രാഷ്ട്രീയമില്ലാത്ത വിദ്യാർത്ഥികളെയും അങ്ങനെ നിരവധി ആക്രമണങ്ങൾ കഴിഞ്ഞ 1 മാസത്തിനിടെയായി മഹാരാജാസ് ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ആക്രമിച്ച ഇതിൽപ്പെടുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ തിരിച്ചുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമായിട്ട് ഇതിനെ നോക്കിക്കാണുകയാണ്.